പ്രിയമുള്ളവരെ, എവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 പ്രാക്ടിക്കൽ എക്സാമിന് പൊതുവെ 40-ൽ എത്ര മാർക്ക് കിട്ടും, എത്ര മാർക്ക് നൽകാറുണ്ട്? ആദ്യമേ പറയാം, ഏറ്റവും എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് പ്രാക്ടിക്കൽ എക്സാം. ആ ഒരു കാര്യത്തിൽ സംശയമില്ല. ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാം മെയ് 3 മുതൽ ആരംഭിക്കാനാണ് നിർദ്ദേശം. എന്നായിരിക്കും എക്സാം എന്നുള്ളത് സ്കൂളിൽ നിന്നാണ് അറിയിക്കുക. എക്സാമിന്റെ ടൈം ടേബിൾ സ്കൂളിലെ സൗകര്യത്തിനനുസരിച്ച് ടീച്ചേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. പ്രാക്ടിക്കൽ ലാബിൽ അച്ചടക്കവും അല്പസ്വല്പം ധാരണയും പരീക്ഷയ്ക്കിടയിൽ നിങ്ങളായിട്ട് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ലെങ്കിൽ ഏറെക്കുറെ എല്ലാവർക്കും പകുതി മാർക്കെങ്കിലും ഉറപ്പാണ്. അതായത് 40-ൽ 20 മാർക്ക്. 40-ൽ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ആർക്കും തൃപ്തിയാകുന്ന ഒന്നല്ല. 40-ൽ 40 തന്നെ വേണം. പ്രത്യേകിച്ചും +2 മാർക്ക് ബേസിൽ അഡ്മിഷൻ നൽകുന്ന വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നു. അതായത് റെഗുലർ ഡിഗ്രി കോഴ്സുകൾ, BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ, കൂടാതെ പാരാമെഡിക്കൽ ഡിപ്ലോമ, DLED, അതുപോലെ കേരള എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്നവർക്കും കേരള ആർക്കിടെക്ചർ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കും ഫുൾ സ്കോർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ പറഞ്ഞ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 1 മാർക്ക് കുറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ആയിരക്കണക്കിന് പേരുടെ പിന്നിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ബാക്കിയുള്ള പല ഹയർ സ്റ്റഡിക്കും +2 സ്കോർ പരിഗണിക്കാറില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. ഈവൻ ഈ വർഷം 45 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ 2 ലക്ഷത്തിലധികം വരുന്ന ഡിഗ്രി സീറ്റിലേക്ക് CUET എന്ന എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. പലപ്പോഴും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികൾക്കും മാർക്കിന്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാറില്ല. പക്ഷേ റിസൾട്ട് വന്നാൽ 40-ൽ 40 തന്നെ കാണുമ്പോൾ, അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ഉയർന്ന മാർക്ക് കാണുമ്പോൾ പലരും അത്ഭുതപ്പെടാറുണ്ട്. CE സ്കോറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ കാര്യത്തിലും ഉണ്ടാകാറുള്ളത്. എത്രയോ പേർക്ക് CEയിൽ 20-ൽ 20 തന്നെ ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പ്രാക്ടിക്കൽ എക്സാം നടത്താൻ മറ്റൊരു സ്കൂളിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടാകാറുണ്ട് എങ്കിലും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർക്ക് വലിയ പ്രാധാന്യമുണ്ട്. പൊതുവെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. 1 മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ടീച്ചേഴ്സും. അതുപോലെ 1 മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഫുൾ A+ കുറഞ്ഞു പോകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ടീച്ചേഴ്സും. കൂടാതെ 1 മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ 1200-ൽ 1200 ഫുൾ സ്കോർ നഷ്ടമാകരുത് എന്ന് ചിന്തിക്കുന്നവരുമാണ് ടീച്ചേഴ്സ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും 1 മാർക്ക് കൂട്ടിത്തരാനല്ലാതെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം ടീച്ചേഴ്സും ശ്രമിക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല. കഴിഞ്ഞ വർഷം കോവിഡിന്റെ സാഹചര്യത്തിൽ നടത്തിയ പ്രാക്ടിക്കൽ എക്സാമിന് വളരെ ലിബറൽ ആയിട്ടാണ് സ്കോർ നൽകിയത്. 30-40% വിദ്യാർത്ഥികൾക്ക് ഫുൾ സ്കോർ തന്നെ ലഭിച്ചിട്ടുണ്ട്. 90%-ലധികം വിദ്യാർത്ഥികൾക്ക് 30-ന് മുകളിൽ ലഭിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ 30-ൽ താഴെ സ്കോർ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ പൊതുവെയുള്ള വർഷങ്ങളിൽ 20-25% വിദ്യാർത്ഥികൾക്ക് 30-ൽ താഴെ സ്കോർ ലഭിക്കാറുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും 30-ന് മുകളിൽ 40 വരെയുള്ള സ്കോർ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ചിലർക്ക് 30-ൽ താഴെ സ്കോർ വരാനുള്ള കാരണം അവരുടെ അലസത ഒന്നുകൊണ്ട് മാത്രമാണ്. കൃത്യമായി സർട്ടിഫൈ ചെയ്ത റെക്കോർഡ് ഇല്ലാത്തവർ ഉണ്ടാകാറുണ്ട്. പരീക്ഷാ ഹാളിൽ വലിയ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുന്നവർ ഉണ്ടാകാറുണ്ട്. അച്ചടക്കം ഇല്ലാത്ത രീതിയിൽ പരീക്ഷാ ഹാളിലെ പെരുമാറ്റം ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. മോഡൽ പ്രാക്ടിക്കൽ എക്സാമിൽ പങ്കെടുക്കാത്തവർക്ക് ഉണ്ടാകാറുള്ള പരിചയക്കുറവും വലിയൊരു പ്രശ്നമാണ്. തുണ്ടുപേപ്പറുമായി വന്ന് പരീക്ഷയ്ക്ക് അത് പിടിക്കപ്പെടുന്ന സാഹചര്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ നിങ്ങളുടെ മാർക്കിനെ 30-ന് താഴെ കൊണ്ടുവരുന്ന ഘടകങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും. കൂടാതെ ഒരു എക്സാമിന് 2-3 എക്സ്പെരിമെന്റുകൾ മാത്രമാണ് ഉണ്ടാവുക. ഏതൊക്കെ എക്സ്പെരിമെന്റുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഒട്ടുമിക്ക ടീച്ചേഴ്സും പൊതുവെ സൂചനയും നൽകാറുണ്ട്. പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്തു തീർക്കും എന്നതിനെ കുറിച്ച് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല, പേപ്പറിൽ എങ്ങനെ റെക്കോർഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യും എന്നതും നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ്. പിന്നെ പലർക്കുമുള്ള ഭയപ്പാടാണ് വൈവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ മാത്രമായിരിക്കും. പലപ്പോഴും വൈവ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അതൊരു വലിയ കടമ്പയായി നിങ്ങൾ കാണേണ്ട കാര്യമില്ല. തിയറിക്ക് സ്കോർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് പ്രാക്ടിക്കലിന് സ്കോർ ചെയ്യുക എന്നുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും എക്സാമിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ 40-ൽ 40 തന്നെ നേടിയെടുക്കാൻ പറ്റും. സംശയങ്ങൾ നിങ്ങൾക്ക് ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യുന്നതും നല്ല സ്കോർ ലഭിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കെമിസ്ട്രി പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി സിമ്പിളായി വിശദീകരിക്കുന്ന 2 ലക്ഷത്തിലധികം വ്യൂ വന്നു കഴിഞ്ഞ 2 ലാബ് എക്സ്പെരിമെന്റ് വീഡിയോകൾ താഴെ നൽകിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഉപകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.